അതെ ഭഗവാന് പൂവൊക്കെ എറിഞ്ഞോണ്ട് പോവാം. പൂവൊക്കെ എറിഞ്ഞിട്ട് പൂടണ്ട അവിടെ നിട്ടാ മതി. Krishna Kanya Vaibhaga Krishna Kanya Vaibhaga Tulasi Kanya Vaibhaga Tulasi Kanya
തത്പ്രേമ സേവാം ലഭതേ കൃതാർത്ഥേ പ്രാപിക്കുകയും ചെയ്യും. അലയോ വൃന്ദദേവി, അവിടുത്തെ ചെന്താപുര പൂവത്ത കാൽപാദങ്ങളെ ഞാൻ പ്രണമിക്കുന്നു, വന്ദിക്കുന്നു. ഹരേ കൃഷ്ണ. കാൽപ്പാത്തിലുള്ള തുളസിയുടെ സ്മെല്ല് കേട്ടിട്ടാണ് അവര് ഭഗവാന് ഭക്തിയുണ്ടാകുന്നത്. ശിവകുമാരൻ വരെ അവര് അതായത് തപസ് ടൈപ്പ് വരികയാണെങ്കിൽ അതിന് വളരെ നമ്മൾ പറയില്ലേ കാർത്തിക മാസത്തിൽ 10 മടങ്ങ് സ്ട്രോങ് ആണെന്ന് പറയില്ലേ, അതുപോലെ ആ വൃന്ദാരായണി തപസ്സിരുന്ന സ്ഥലത്ത് വളരെ വളരെ പൊട്ടൻസിയാണ് ആ സ്ഥലത്തിന്. അത് മാത്രമല്ല ആ സ്ഥലത്തിന് വൃന്ദാവനായുടെ പേരിൽ വൃന്ദാവൻ എന്നുള്ള പേരിട്ടു. അവിടെയാണ് പിന്നെ നമ്മൾ 5000 വർഷങ്ങൾക്ക് മുന്നേ കാണുന്ന ആ ഭഗവാന്റെ ലീലകളുണ്ടായത്. ആദ്യം വൃന്ദാവനായി വന്നു നടത്തും. അതുമാത്രമല്ല പിന്നീട് വൃന്ദാവനായി